ശ്രീ അനൂപ് ജേക്കബ് 5 മിനിറ്റ്. സർ, ഞാൻ ഈ പ്രമേയത്തെ എതിർക്കുകയാണ്. ഗവർണറുടെ സമീപനവും വളരെ പ്രതിഷേധാർഹമായ ഒന്ന് തന്നെയാണ്. പക്ഷേ ഗവർണർ ഇവിടെ ആ നയപ്രഖ്യാപനം 3-4 മണിക്കൂർ ഇരുന്ന് വായിച്ചാൽ എന്തെങ്കിലും പ്രത്യേകത നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം പൊള്ളയായൊരു നയപ്രഖ്യാപനം അത് ആണ് ഇവിടെ അവതരിപ്പിച്ച ഒന്ന്. സാറ്, ഈ ഗവൺമെൻറ് 2017 പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 5 വർഷത്തിനുള്ളിൽ 1000 കോടി രൂപയുടെ ജനറിക് മരുന്നുകൾ വിപണിയിലെത്തിക്കും. കേരള ജനറിക് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കും. സാറ്, ഇന്ന് 2024 എത്തുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ എത്രയോ പൊള്ളയായ പ്രഖ്യാപനങ്ങൾ നമ്മുടെ രേഖകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്യുന്ന എന്താണ് സാർ? ഈ ഗവൺമെൻറ് ഒരു PR വർക്കിൻ്റെ അടിസ്ഥാനത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ ലോ കേരള സഭ, കേരളീയം, നവകേരള സദസ്സ്, വിവിധ പരിപാടി കോടികൾ മുടക്കി കോടികളുടെ ദൂർത്ത് നടത്തി മുമ്പോട്ട് പോകുമ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഈ ഗവൺമെൻറ് വ്യതിചലിക്കുകയാണ്. പല യാഥാർത്ഥ്യങ്ങളും ജനത്തിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വരരുത് എന്നുള്ളതാണ്. KSRTCക്ക് ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ നിൽക്കുന്നത്, പെൻഷനില്ലാതെ നിൽക്കുന്നത്, KSCBയുടെ ബാധ 40,000 കോടിയായി നിലകൊള്ളുന്നത്, സാർ DAയും ശമ്പള കുടിശ്ശിക നിലനിൽക്കുന്നു, മാസങ്ങളായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു, സ്കൂൾ ഉച്ചഭക്ഷണത്തിന് സർക്കാർ അധ്യാപകർ അവർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്, സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമല്ലാത്തത്, മരുന്നുകളില്ലാത്ത അടക്കമുള്ള എത്രയോ ഗുരുതരമായ വിഷയങ്ങൾ നിലകൊള്ളുന്നു. കേരളത്തിലെ കാർഷിക മേഖലയെ സമ്പൂർണ്ണമായും നശിപ്പിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം. സർ, നാണ്യവിള, റബ്ബർ അടക്കമുള്ള നാണ്യവിളകളുടെ അവസ്ഥ എന്താണ്? റബ്ബറിൻ്റെ അടിസ്ഥാന വില 250 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞതാണ്. 2024 ആകുമ്പോൾ അതിൻ്റെ സ്ഥിതിവിശേഷം വിഭിന്നമല്ല നിലകൊള്ളുന്നു. റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധി എന്ന് അവർ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനവധി പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. റബ്ബറിൻ്റെ അടിസ്ഥാന വില 300 രൂപയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കുവാൻ ഗവൺമെൻറ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സാർ, ഇതിനോട് അനുബന്ധിച്ച് ഈ ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വിലസ്ഥിരത ഫണ്ടിനായി 600 കോടി രൂപ മാറ്റിവെച്ചതിൽ അതിൽ 33 കോടി രൂപ മാത്രമാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. സാർ, ഇതടക്കം നെല്ല് സംഭരണത്തിൻ്റെ കാര്യം എടുക്കുക. സംഭരിച്ച നെല്ലിൻ്റെ വില ഇതുവരെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ കഴിയാത്ത എത്ര പ്രതിസന്ധി നെൽകർഷകർ നേരിടുന്നു. ഞാൻ പറഞ്ഞു, ഓരോ മേഖലകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വളരെയേറെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. സാർ, ക്ഷേമ പെൻഷനുകൾ ഇന്ന് വലിയ കുടിശ്ശികയായി നിൽക്കുന്നു. 2016 UDF അധികാരത്തിലെത്തുമ്പോൾ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പെൻഷനുകൾ നൽകുവാനുള്ള സാഹചര്യങ്ങളുണ്ടായി. ഇന്ന് കഴിഞ്ഞ ഗവൺമെൻറ്, നിങ്ങളുടെ ഒന്നാം ഗവൺമെൻറ് വിവിധ ഉത്തരവുകളിലൂടെ പെൻഷനുകൾ ഒറ്റ പെൻഷനായി ചുരുക്കി. സാർ, ക്ഷേമനിധി പെൻഷൻ പോലും നിഷേധിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി അടയ്ക്കുന്ന അംശാദായത്തിൻ്റെയും കൂടി ഭാഗമാണല്ലോ ക്ഷേമനിധി പെൻഷൻ. ആ ക്ഷേമനിധി പെൻഷൻ പോലും വേറൊരു പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കുന്നു എന്നുള്ളത് അത് വളരെ ജനാധിപത്യ ധ്വംസനം തന്നെയാണ് സർക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കൂടുതൽ പേർക്ക് പെൻഷൻ നൽകുക എന്നുള്ളതല്ല, എങ്ങനെ പെൻഷൻ കുറയ്ക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ പെൻഷൻ്റെ കുടിശ്ശിക വരുത്തുന്നു. മാസങ്ങളോളം പെൻഷൻ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. സാർ, കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് 3 മാസമുണ്ടായ പെൻഷൻ കുടിശ്ശിക അത് 18 മാസമാണെന്ന് പർവ്വതീകരിച്ച് തെറ്റായ പ്രചരണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ LDF നൽകിക്കൊണ്ടിരുന്നത്. തോമസ് ഐസക് രേഖാമൂലം ഈ കഴിഞ്ഞ നിയമസഭയിൽ ശ്രീ സ്വരാജിന് നൽകിയ മറുപടിയിലുള്ള കാര്യമാണ്. 3 മാസമാണ് ആകെ കുടിശ്ശിക. അത് സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ, സോഫ്റ്റ്വെയറിലുണ്ടായ ഒരു പ്രോബ്ലം കാരണം ഉണ്ടായ പ്രശ്നമാണ്. സാർ, ഇത് യഥാർത്ഥത്തിലുള്ള ഈ ക്ഷേമ പെൻഷൻ അടക്കം ഇന്ന് നൽകാതെ മാസങ്ങളോളം കുടിശ്ശിക വരുത്തുമ്പോൾ സാധാരണക്കാരോട് നിങ്ങൾ കാണിക്കുന്ന വലിയൊരു വെല്ലുവിളിയായി അത് നിലകൊള്ളുകയാണ്. സാർ, ഇന്ന് വിവിധ വർക്കുകൾ, ജലജീവൻ മിഷൻ, KSTP അടക്കം വിവിധ പ്രധാനപ്പെട്ട പദ്ധതികൾ ഇന്ന് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ജലജീവൻ മിഷൻ്റെ യാതൊരു വർക്കുകളും ഇന്ന് കേരളത്തിൽ നടക്കുന്നില്ല. ഇന്ന് വിവിധ നിയോജകമണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ചു പോകുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവിടെ ആവശ്യമായ കൃത്യമായ തുക അല്ലെങ്കിൽ ബില്ലുകൾ മാറി യഥാസമയം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പല വർക്കുകളും നിശ്ചലാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായി, ഒരുപക്ഷെ കുടിവെള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന പദ്ധതികളിലൊന്നായി മുമ്പോട്ട് വെച്ച ജലജീവൻ്റെ അവസ്ഥയാണ് എന്നത് ഓരോരുത്തർ നടക്കുന്നത്. KSTPയുടെ റോഡ് വർക്കുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. സമാനമായ സ്ഥിതിയാണ് KSTP റോഡ് വർക്കുകളിൽ ഇത് നടക്കുന്നത്. റീബിൾഡ് കേരള പദ്ധതികളിലടക്കം ഇന്ന് KSTP ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിലെ പെരുവമ്പുഴി റോഡ്, അത് മാസങ്ങളോളം വർക്ക് ഇപ്പം നിശ്ചലമായി നിൽക്കുന്ന സ്ഥിതി. അതിൻ്റെ കാരണം എന്താണ്? ബില്ലുകൾ കൃത്യമായ നിലയിൽ മാറിക്കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് നിലകൊള്ളുന്നു
എന്നുള്ളതാണ്. ഇപ്പോൾ MLA ഫണ്ടുകളിൽ പോലും കരാറുകാർ വർക്ക് കോട്ട് ചെയ്യാൻ തയ്യാറാവാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. കാരണം അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഈ ബില്ലുകൾ മാറിക്കൊടുക്കാതെ നിൽക്കുമ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം കേരളത്തിലെ പ്രാദേശികമായ വികസനം ഇന്ന് വലിയ സ്തംഭനാവസ്ഥയിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന് മറുപടി പറയുവാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അതിന് മറ്റു തരത്തിലേക്ക് ഗവൺമെൻറ് മറ്റു തലങ്ങളിലേക്ക് അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ വലിയൊരു പ്രതിഷേധം എന്ന യാഥാർത്ഥ്യം സർക്കാർ തിരിച്ചറിയണം. ഇന്ന് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയപരമായ അനവധി വൈകല്യങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ പൊതു വികസനത്തെ പിന്നോട്ടടിക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.